പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്തിൽ സിപിഐഎമ്മിന്റെ അവിശ്വാസ പ്രമേയം ഈ മാസം 14-ന് ചർച്ച ചെയ്യും. പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനുമെതിരെയാണ് സിപിഐഎം അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയത്. സച്ചിൻ വള്ളിക്കാട് ചേർന്നുണ്ട് പാലക്കാട് നിന്ന് വിശദാംശങ്ങളുമായി. സച്ചിൻ, ഈ സ്പിരിറ്റ് നിർമ്മാണശാലയുടെ അനുമതിയുമായി ബന്ധപ്പെട്ട ഈ കൂടിയാലോചനാ യോഗങ്ങളിൽ വൈസ് പ്രസിഡന്റിനെയും പ്രസിഡന്റിനെയും അറിയിച്ചില്ല എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ, പരാതികൾ കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായിരുന്നു. അതിന് കൃത്യമായ തെളിവ് സിപിഐഎം പുറത്തുവിടുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ സിപിഎമ്മിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു അവിശ്വാസ പ്രമേയ നോട്ടീസ് കൂടി വരുന്നത്. 14-ാം തീയതിക്ക് ചർച്ചയ്ക്ക് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ചർച്ചയിൽ വരും? വിശദാംശങ്ങൾ. വിനിഷ, പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്താണ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനും പ്രസിഡന്റിനും എതിരെയാണ് നിലവിൽ ഇപ്പോൾ സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരിക്കുന്നത്. ഈ മാസം 14-നാണ് അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പ്രസിഡന്റിന്റെ എതിരെയുള്ള അവിശ്വാസ പ്രമേയം രാവിലെയും വൈസ് പ്രസിഡന്റിനെതിരെയുള്ളത് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ചർച്ച ചെയ്യുക. നിലവിൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ, അതായത് പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും നിലവിൽ എലപ്പുള്ളിയിലെ സ്പിരിറ്റ് നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടാണ് പഞ്ചായത്ത് യോഗത്തിലും അതേപോലെ തന്നെ ജനങ്ങളോടും അറിയിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ ആ നിലപാട് തിരുത്തണം. ജനങ്ങളെ കബളിപ്പിക്കുന്ന നിലപാട് പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിച്ചു. അതിനാൽ തന്നെ പഞ്ചായത്ത് ഭരണസമിതിയോട് വിശ്വാസമില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് അവിശ്വാസ പ്രമേയത്തിന് സിപിഐഎം നോട്ടീസ് നൽകിയത്. മാത്രമല്ല, എലപ്പുള്ളി പഞ്ചായത്തിൽ സിപിഐഎമ്മിന്റെ അവിശ്വാസ പ്രമേയ നോട്ടീസ് ഈ മാസം 14-ന് അവിശ്വാസ പ്രമേയം നോട്ടീസ് ചർച്ച ചെയ്യും. പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനുമെതിരെയാണ് സിപിഐഎം അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയത്. സച്ചിൻ വള്ളിക്കാടാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.